ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ സ്വതക്കയുടെ കൂട്ടത്തിൽ പെടുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യുഖ്രിദു ഖർളൻ മർറതൈൻ ഇല്ലാ കാന കസദഖതിൻ മർറാ. ഒരാള് 2 തവണ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ 1 തവണ സ്വതക്ക ചെയ്തവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് കഴിഞ്ഞ ദിവസം എന്റെ കയ്യിൽ വന്നിട്ട് ഒരു 10,000 രൂപ കടം വാങ്ങി. അടുത്ത മാസം 10-ാം തീയതി കൃത്യമായി തരാമെന്ന് പറഞ്ഞു, തന്നു. അടുത്ത മാസം വീണ്ടും വരികയാണ് ഈ മനുഷ്യൻ കടം വാങ്ങാൻ. അങ്ങനെ വരുമ്പോ, നിനക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കടം തന്നല്ലേ എന്ന് ചോദിക്കാതെ ആ മനുഷ്യൻ ചോദിക്കുമ്പോ ആ മനുഷ്യന് കടമായി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 1 പ്രാവശ്യം സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ്. 1 ലക്ഷമാണെങ്കിൽ 2 തവണ കടം കൊടുക്കുമ്പോ 1 ലക്ഷം സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ മുതലാക്കിക്കൊണ്ട് ചില ആളുകൾ ഇന്നുണ്ട്. ആദ്യം ഒരു 50,000 രൂപ കടം വാങ്ങും അല്ലെ, 15-ാം തീയതി തരാമെന്ന് പറയും, കൃത്യസമയത്ത് കൊണ്ടു കൊടുക്കും. രണ്ടാമത് വീണ്ടും വാങ്ങും ഒരു 2 ലക്ഷം രൂപ, 15-ാം തീയതി തരാമെന്ന് പറയും, 14-ാം തീയതിയെ കൊണ്ടു കൊടുക്കും. മൂന്നാമത് വാങ്ങുന്നത് ഒരു 5 ലക്ഷം രൂപയാണ്. പിന്നെ റബ്ബേ, ആ മനുഷ്യൻ ആ പരിസരത്ത് കാണൂല. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കടം വാങ്ങുന്നതിന് നിബന്ധനയുണ്ട്. ആ ഒരു നിബന്ധന പാലിച്ചിട്ട് വേണം നമ്മൾ കടം വാങ്ങാൻ പോലും. കടം വാങ്ങുന്നതിന് നിബന്ധനയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാനൊരു 5 ലക്ഷം രൂപ ഒരാളെ കയ്യിൽ നിന്നും കടം വാങ്ങുന്നു എങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്ന ആ ഡേറ്റിന് മുമ്പ് ആ 5 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ടാകണം, അതിന് മാർഗങ്ങൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമ്മൾ കടം വാങ്ങാൻ പോലും പാടുള്ളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ കടം വാങ്ങിയിട്ട് പറ്റിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് വഞ്ചനയാണ്, അതൊരിക്കലും പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കടം കൊടുക്കുന്നതിന് പകരം ആ കടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനിൽ നിന്നും അധികം പൈസ ഈടാക്കുന്നതിനാണ് പലിശ എന്ന് പറയുന്നത്.